ജി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ആ ബെല്ലും കൂടെ ഒന്ന് അടിച്ചേക്കണേ. അപ്പോൾ മൊത്തത്തിലുള്ള കഷ്ടപ്പാടിൽ ഇങ്ങനെ ഓടി നടക്കുമോ ഞാൻ. അതിപ്പോൾ ടി വി പോയി, എൻ്റെ വീട്ടിൽ ടി വി കൊണ്ടുപോയി കൊടുക്കണം, ടി വി റെഡിയാക്കണം. ഒരു 1.5 മാസം വരെ എൻ്റെ ഒരു വണ്ടിയില്ലായിരുന്നു, വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. അയ്യോ, വണ്ടി എടുത്തിട്ടെത്തി. അപ്പോൾ ഇന്ന് നമ്മുടെ ചെറുക്കനാണ് പോയി വണ്ടി എടുത്തത്. വണ്ടി അവിടെ ഇവിടെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കയ്യിൽ വണ്ടി കിട്ടുന്നത്. ആ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതറിയണമെങ്കിൽ വണ്ടി ഒരുപാട് സ്നേഹിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ഇതായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് വൃത്തികേട്. അവൻ കഥ അടച്ചു. അടുത്താ ലിവർ കാർഡ് സൈഡിൽ അത് വേണ്ട, അത് വേറെ മേടിച്ച് വെച്ച് പറ്റുള്ളൂടാ. എന്തിനാ നിനക്ക് വെക്കാനാണോ? ആയിരുന്നോ? ശേ, അതിനിപ്പോൾ എവിടെയാണെന്നും പറഞ്ഞാ എടുത്ത് കളയുകയും ചെയ്തില്ലേ? കിട്ടി. അവനതെങ്കിലും ആവട്ടെ. എടാ, മഴ വരുന്നുണ്ടാ, ഒന്ന് പെട്ടെന്ന് വേടാ. എന്തായാലും കൊണ്ട് കൊടുക്കാടാ. നീ താക്കോലി ഇവിടെ നാടാ, ഒന്ന് ഓണം കേട്ടാ. എത്ര നാളായെന്നറിയാതെ ഓടിച്ചിട്ട്. കിടന്ന് പാട് വിട്ട് വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ കയറ്റാനേ ഉള്ളൂ സമയം. വാടാ, ഞാൻ ബസ്സിൽ പോവുകയും ഞാൻ പറഞ്ഞേക്കാം. പോകാൻ താല്പര്യമില്ലാത്തോണ്ടൊന്നുമല്ല. അടുവരെ പോകുന്നതിനിപ്പോൾ എന്തുവാ, നിങ്ങൾ സമയം നോക്ക്. അമ്മ ഇത് എടുത്ത് വെച്ചിട്ട് 3 രൂപയേ ഉള്ളൂ. 4-5 2.5 മണിക്കൂറുണ്ട് ജോലിയിൽ പോന്നേ. ഇന്നത്തെ പോക്ക് മിക്ക അവർക്ക് ക്യാൻസലാവുന്ന തോന്നുന്നു. നീ കാരണം അങ്ങനെ മഴ കാരണം അതും തേഞ്ഞു. ഇതിനാ പറയുന്നത്, ഒരു കാരണവശാലും ഒരു പ്രതീക്ഷയും വെച്ചുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. അങ്ങനെ എന്തായാലും നമ്മുടെ മഴ തേച്ചില്ല. മഴ തേച്ചായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയേനെ. ഒന്നും നടക്കത്തില്ലായിരുന്നു. പ്ലാൻ ചെയ്തതെല്ലാം വെറുതെ ആയാൽ. എന്തായാലും മഴ തോന്നുന്ന കാരണം ഞങ്ങൾ നേരെ വണ്ടി കൊടുക്കാനും TV കൊടുക്കാനായിട്ട് വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക്. തിരിക്ക് നോണ്ടാ തിരിയടാ, അവിടെ കൊണ്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ TV കൊണ്ട് കൊടുക്കാൻ പോകുന്ന ഷോപ്പ്. അപ്പം ഒരു കുരുമ്പേലിൽ എന്ന് പറയുന്നൊരു ഷോപ്പാണ്. പണ്ട് ഇവിടെ സെയിലും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം TV റിപ്പയർ സെക്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഇവിടെ കൊണ്ടു കൊടുക്കാൻ തീരുമാനിച്ചത്. അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. നമുക്കപ്പോൾ ഇത് കൊണ്ടു കൊടുക്കാം. വീട്ടിൽ കണ്ടോണ്ടിരുന്നു. അപ്പോഴേ തനിയെ നോക്കായി. ഇവിടുന്ന് മേടിച്ചല്ല, റിപ്പയറിനായിട്ട് കൊണ്ടുവന്നു. നേരത്തെ വിളിച്ചു. എന്തൊന്നും പറയണേ. ഓൺലൈനിൽ എടുത്തിയാ. അങ്ങനെ എന്തായാലും അവർ നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും അവർ വിളിച്ച് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് അവർ റിപ്പയർ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നേരെ അവിടെ പോവാം, വർക്ക്ഷോപ്പിൽ പോവാം.
അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് ചെയിൻ മാറണം, വാൽവിൻ്റെ മേലെ എന്തോ ഇതൊരു ഓഫറാണ്, അത് മാറണം. ഇതിപ്പോൾ റോക്രാമിൻ്റെ ആ സംഭവം അതിൻ്റെയാണോ? റോക്കാവിൻ്റെ അടിയുണ്ട്. ഇതിന് പൊതുവെ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലേ? ഞാനിപ്പോൾ ഒരു 8 9 എണ്ണങ്ങൾ മാറ്റി. ഒരു റോക്കാമിന് എന്താ അതിനകത്ത് 2 എണ്ണം വരുന്നത്. ടൈറ്റ് ചെയ്യാൻ പറ്റുമോ? ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, പക്ഷേ ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മുടെ ഇത് ഇൻലെറ്റിൻ്റെ റോക്കാമിന് മാത്രം 7000 രൂപ വില. ആ ഒരു ഷോറൂമിൽ പറഞ്ഞു. ഇപ്പുറത്തേത് എക്സോസിൻ്റെ വലിയ വിലയില്ല. ഒരു 1000 ചില്ലറയും കണ്ടേ ഉള്ളൂ. ഇതിപ്പോൾ ഏതായിരിക്കും? മാറ്റാൻ ഇത് തുറന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. കണക്കിട്ട് അറിയാം. അപ്പുറത്തെയാണോ ഇപ്പുറത്തെയാണോ? അപ്പുറത്തെ ആണെങ്കിൽ നീരേശ് കിട്ടും. അത് ഇതുകൊണ്ട് നിനക്കൊന്നും ദോഷമൊന്നും വരുന്നില്ല. അത് വേറെ കാര്യം. ഈ സൗണ്ട് ഉള്ളത് കൊണ്ട് ദോഷമൊന്നും വരുന്നില്ല. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. ഇതിനകത്ത് ഇവർ ഈ ഒരു പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നതാണ്. നിശ്ചിത 3 RPM കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഇല്ലത്തിന് ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടി എക്സ്ട്രാ പുഷ് കൊടുക്കാൻ വേണ്ടി ഒരു സാധനമുണ്ട്. അതിനകത്ത് ഇതായി അതാ ഈ സംഭവം പോകുന്നുണ്ട്. ഇപ്പൊ എനിക്ക് 3 വർഷം 3.5 വർഷമായി. MD തന്നെ എനിക്ക് 5 എണ്ണം കണ്ട് ഇറക്കി മാറ്റി. ഞാൻ പിന്നെ സാധനം കൊണ്ടുപോയിട്ട് ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് കൊണ്ടു തന്നാലും മതി. അതുകൊണ്ട് വണ്ടി ഇവിടെ വെച്ചേക്കുന്നത് അങ്ങനെ ഉദ്ദേശിച്ചത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിരുന്നിട്ട് നിങ്ങളുടെ ഉപയോഗം നടക്കുന്നില്ലല്ലോ. അത് തീരുമ്പോൾ വിളിക്കാനോ? അത് തീരുമ്പോഴത്തേക്ക് മറക്കല്ലേ വിളിക്കണം. എനിക്കിപ്പോൾ ഈ 8-ൻ്റെ പണി കിട്ടാൻ കാരണം മെയിനായിട്ടും ഓയിലിൻ്റെ അളവ് കുറഞ്ഞതാണ് മെയിൻ വിഷയം. നിങ്ങളെല്ലാവരും മാക്സിമം ഓയിലെല്ലാം മാറ്റി വണ്ടി നല്ലോണം സൂക്ഷിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് ഓടേണ്ട വരും. അപ്പോൾ എന്തായാലും വണ്ടിയുടെ കാര്യത്തിൽ കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. വലിയ പണിയൊന്നും ആയിട്ടില്ല. പണിയാവോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇനി എഞ്ചിൻ ഇളക്കി നോക്കണം. എന്തായാലും വണ്ടി ഓടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലെന്ന വർഷത്തിൽ ആ ചേട്ടൻ പറഞ്ഞിരുന്നത്. TV-യുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വണ്ടി കൊടുത്തിട്ട് എന്താവും എന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.